സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനപ്പെട്ട ആശുപത്രികളിൽ വിദേശത്തുള്ള വൻ കമ്പനികൾ നിക്ഷേപം നടത്തുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുക എന്നതല്ല അവരുടെ ലക്ഷ്യം. അവർ ചെലവാക്കുന്ന പണം കൂടുതൽ ലാഭമാക്കി തിരിച്ചെടുക്കും. ഇതാണ് സ്വകാര്യ ആശുപത്രികളിലൂടെ വൻകിടക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ അടുത്ത കാലത്തായി ഉണ്ടായൊരു പ്രവണത ഗൗരവമായി കാണേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ആശുപത്രികൾ നമ്മളെല്ലാം മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില പേരുകളുണ്ട്. ആ പേരുകളിലൊന്നും ഒരു മാറ്റമില്ല. ആശുപത്രിയുടെ നടത്തിപ്പ് നോക്കിയാൽ നേരത്തെ ഉള്ളവർ തന്നെയാണ് എൻ്റെ തലപ്പത്ത് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അത്തരം ആശുപത്രികളിൽ വിദേശത്തുള്ള ചില വൻ കമ്പനികൾ നിക്ഷേപം നടത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യമേഖല കൂടുതൽ ശക്തമാകട്ടെ എന്ന സൗദ്ദേശത്തിൻ്റെ ഭാഗമായല്ല ആ നിക്ഷേപം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിലൂടെ തങ്ങൾ മുതലിടുന്ന പണം കൂടുതലാക്കി തിരിച്ചെടുക്കാൻ പറ്റും. ഈയൊരു ലാക്കോടുകൂടിയാണ് ചില നിക്ഷേപ കമ്പനികൾ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മനീഷ് മഹിവാലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലടക്കം നിക്ഷേപ വാഗ്ദാനം പ്രധാനമായും വന്നത്, അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ നിന്ന് വന്നത് ഈ ആശുപത്രികളിലേക്കൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ ആശുപത്രി തുടങ്ങുന്നതിനൊക്കെയാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. പൊതുവെ നാട്ടിൻ പുറത്ത് ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ഒരു ഭയമുണ്ട്. അനാവശ്യമായി പരിശോധനകൾ അല്ലെങ്കിൽ ചികിത്സ, ICU ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരുമോ, അതിലേക്കൊക്കെ കൊണ്ടുപോകുമെന്നുള്ള. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ പുതിയ നിക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ കൂടി ആശങ്ക പങ്കുവെക്കുകയാണ്. ഏത് വേദിയിലായിരുന്നു ഈ പരാമർശം? ഗോകുൽ, നേരത്തെ മന്ത്രി സജി ചെറിയാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതാണ് നല്ലത് എന്ന ഒരു പരാമർശം നടത്തിയ വിവാദത്തിലായിരുന്നു. അതിന് പിന്നാലെ ഇതാ മുഖ്യമന്ത്രി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ മെച്ചപ്പെട്ട ചികിത്സയാണ്, പക്ഷെ ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കെതിരെ, അത് പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ ചില ഹോസ്പിറ്റലുകളിൽ അവിടെ സംവിധാനങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്, അവിടെയുള്ള ഡോക്ടർമാരും എല്ലാം പഴയതുപോലെ തന്നെയാണ്. പക്ഷെ അവർക്ക് വിദേശ ഫണ്ട്, ചില കോർപ്പറേറ്റുകൾ വിദേശത്ത് നിന്നും ആ ആശുപത്രിക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട്. ആ പണം ചെലവാക്കുന്നത് ഈ കേരളത്തിലെ സാധാരണക്കാരുടെ, അതായത് പൊതു ആരോഗ്യ രംഗം നല്ലതാക്കാൻ വേണ്ടിയിട്ടല്ല, പൊതു ആരോഗ്യ മേഖലയെ നല്ലതാക്കാൻ വേണ്ടിയിട്ടല്ല സ്വകാര്യ മേഖലയിലേക്ക് നിക്ഷേപം വരുന്നത്. അങ്ങനെയുള്ള നിക്ഷേപം വരുമ്പോൾ അവർ ആ നിക്ഷേപിക്കുന്ന തുകയേക്കാൾ കൂടുതൽ വലിയ ലാഭം ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെ വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വൻകിടക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖല, പ്രത്യേകിച്ചും സ്വകാര്യ ആരോഗ്യ രംഗത്തിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. ഇത്തരക്കാർക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. സാധാരണക്കാർക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഇത്തരക്കാർ അടിച്ചേൽപ്പിക്കുന്നു. അത് കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയെ തന്നെ തകർക്കുന്ന രീതിയിലാണ്. ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങൾക്കും വിമർശനം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 13 ഇന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനമെങ്കിൽ ഇവിടെ ആരോഗ്യമന്ത്രി അധ്യക്ഷത വഹിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് വിമർശനം നൽകിയത്. ചില അജണ്ട മാധ്യമങ്ങൾക്കുണ്ട്. കേരളത്തിലെ ആരോഗ്യ രംഗം രോഗശയ്യയിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരക്കാർ ശ്രമിക്കുന്നുണ്ട്. അത്തരം അജണ്ടകൾ കേരളത്തിൽ നടപ്പാവുകയില്ല. കേരളത്തിൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ അത്തരം താല്പര്യങ്ങൾ വിലപ്പോവുകയില്ല എന്ന വിമർശനമായിരുന്നു മാധ്യമങ്ങൾക്ക്, പേരെടുത്ത് പറയാതെ ചില മാധ്യമങ്ങൾ എന്നുദ്ദേശിച്ചുകൊണ്ട് മന്ത്രി വിമർശനം നടത്തിയത്. അങ്ങനെ പൊതു ആരോഗ്യ ഈ രംഗത്തെ സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രികൾക്കെതിരെ മുഖ്യമന്ത്രി പരാമർശം നടത്തിയപ്പോൾ മാധ്യമങ്ങൾക്കെതിരെയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ വിമർശനം. ഏതായാലും ബഹുരാഷ്ട്ര കമ്പനികൾ ഈ ആശുപത്രി മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്കും ആശങ്കയുണ്ടെങ്കിൽ, പാവപ്പെട്ടവരെ പിഴിയാതിരിക്കണമെങ്കിൽ പൊതുജനാരോഗ്യ സംവിധാനം നമ്മുടെ സർക്കാർ ആശുപത്രികളിലും കൂടുതൽ ശക്തമാണോ, അവിടുത്തെ സേവനം കൂടുതൽ മെച്ചപ്പെടണം. ആ നിലയിലാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധയിലുണ്ടാവുമല്ലോ, ശസ്ത്രക്രിയ മുടങ്ങുന്ന അടക്കമുള്ള സാഹചര്യം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൊതുജനാരോഗ്യത്തെ, സർക്കാർ ആശുപത്രികളെ ഈ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുക?